റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പൊതു ഓഫീസിലെ മോശം പെരുമാറ്റത്തിന് സംശയിച്ച് ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻസറിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് അന്വേഷണത്തിന് ശേഷം വിട്ടയച്ചു. വ്യാഴാഴ്ച രാവിലെ നോർഫോക്കിൽ നിന്ന് 60 വയസ്സ് തോന്നിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തതായും ബർക്ക്ഷയറിലെയും നോർഫോക്കിലെയും വിലാസങ്ങൾ പരിശോധന നടത്തിയതായും തേംസ് വാലി പോലീസ് അറിയിക്കുകയും ചെയ്തു. ആൻഡ്രൂവിന്റെ അറസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ട് നിയമം അതിന്റെ വഴിക്ക് പോകണമെന്ന് പോലീസിന്റെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും ചാൾസ് മൂന്നാമൻ രാജാവ് അറിയിച്ചു. അന്തരിച്ച ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ആൻഡ്രൂവിനെ അന്വേഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും രഹസ്യവിവരങ്ങൾ പങ്കിട്ടതായി അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ പുനഃപരിശോധിക്കുകയാണെന്നും പോലീസ് മുമ്പ് പറഞ്ഞിരുന്നു. US സർക്കാർ പുറത്തിറക്കിയ ഫയലുകളുടെ കൂട്ടത്തിൽ ഇരുകൂട്ടരും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരം പുതുക്കിയ പ്രസ്താവനയിൽ തേംസ് വാലി പോലീസ് ആ വ്യക്തിയെ അന്വേഷണത്തിന് കീഴിൽ വിട്ടയച്ചതായി സ്ഥിരീകരിച്ചു. നോർഫോക്കിലെ തിരച്ചിൽ ഇപ്പോൾ അവസാനിച്ചതായും അവർ കൂട്ടിച്ചേർത്തു. അയൽഷാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മുൻ രാജകുമാരൻ ഒരു വാഹനത്തിന്റെ പിൻസീറ്റിൽ ചാരിക്കിടക്കുന്നതായി ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ആൻഡ്രൂ അറസ്റ്റിലാകുന്നത് ഇതാദ്യമായാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം സ്ഥിരമായും ശക്തമായും നിഷേധിച്ചിട്ടുമുണ്ട്. സമഗ്രമായ വിലയിരുത്തലിന് ശേഷം ഔപചാരിക അന്വേഷണം ആരംഭിച്ചതായി തേംസ് വാലി പോലീസ് പറഞ്ഞു. 2010 ആൻഡ്രൂവുമായുള്ള ലൈംഗിക ബന്ധത്തിനായി എപ്സ്റ്റൈൻ രണ്ടാമത്തെ സ്ത്രീ UK അയച്ചുവെന്ന മറ്റൊരു ആരോപണം വിലയിരുത്തി വരികയാണെന്ന് ഫെബ്രുവരി ആദ്യം പറഞ്ഞിരുന്നു. ബ്രിട്ടീഷുകാരിയല്ലാത്ത ആ സ്ത്രീക്ക് അന്ന് 20 വയസ്സായിരുന്നുവെന്നും പറയുന്നു. സ്ത്രീകൾക്ക് പ്രവേശനം നൽകാമെന്ന് തന്റെ സഹപ്രവർത്തകനായ ഡേവിഡ് സ്റ്റേൺ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ജെഫ്രി എപ്സ്റ്റീൻ സംഗീത കമ്പനിയായ EMIയിൽ നിക്ഷേപം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചുവെന്ന് അടുത്തിടെ പുറത്തുവന്ന ഇമെയിലുകൾ സൂചിപ്പിക്കുന്നു. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുതുതായി പുറത്തിറക്കിയ ഇമെയിലുകളിൽ സംഗീത വ്യവസായം PUമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സ്റ്റേൺ ശിക്ഷിക്കപ്പെട്ട ലൈംഗിക കുറ്റവാളിയോട് പറഞ്ഞു. എപ്സ്റ്റീൻ പലപ്പോഴും സ്ത്രീകളെ പരാമർശിക്കുന്ന രീതിയാണിത്. തനിക്ക് താല്പര്യമുണ്ടെന്ന് എപ്സ്റ്റീൻ മറുപടി നൽകി. നമുക്ക് സഹായം ആവശ്യമുണ്ടോ എന്നും മണ്ടേഴ്സൺ. അഭിപ്രായത്തിനോട് അഭ്യർത്ഥനകൾക്ക് സ്റ്റേണും ലോർഡ് മണ്ടേഴ്സണും മറുപടി നൽകിയില്ല. ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻസറുമായി അടുപ്പമുള്ള ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു ജർമ്മൻ ബിസിനസ്സുകാരനായിരുന്നു സ്റ്റേൺ. മുമ്പ് മുൻ രാജകുമാരന്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ് മത്സരമായ പിച്ച് അറ്റ് പാലസ് സംവിധാനം ചെയ്തിരുന്നു. ഷാറാ ഫെർഗൂസിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് മൗണ്ട് ബാറ്റൺ വിൻസറുമായുള്ള ചർച്ചകളിൽ അദ്ദേഹം ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്തു. കൂടാതെ ചൈനയുമായി അദ്ദേഹത്തിന് ബന്ധവുമുണ്ട്. എപ്സ്റ്റീനിലേക്കുള്ള അദ്ദേഹത്തിന്റെ പല ഇമെയിലുകളും സാധ്യതയുള്ള ഇടപാടുകളെക്കുറിച്ച് സൂചന നൽകി. 2010 ഫെബ്രുവരിയിൽ അദ്ദേഹം EMIയുടെ അക്കാലത്തെ സാമ്പത്തിക ദുരിതങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വാർത്താലേഖനം ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. സംഗീത വ്യവസായത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് EMI. എന്നാൽ ഇപ്പോൾ നിലവിലില്ലാത്ത കൂട്ടായ്മയാണ് EMI. 2012 യൂണിവേഴ്സൽ മ്യൂസിക് ഇത് ഏറ്റെടുത്തു. പ്രശ്നമുള്ള വ്യവസായം പക്ഷേ PUമായി ബന്ധപ്പെട്ടതാണ് സ്റ്റേൺ എപ്സ്റ്റീന് എഴുതിയ ഇമെയിൽ സൂചിപ്പിക്കുന്നു. സ്ത്രീകളെ സൂചിപ്പിക്കാൻ എപ്സ്റ്റീൻ പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് P എന്ന വാക്കാണ് എന്നും സൂചിപ്പിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് ലൈംഗിക ഉദ്ദേശത്തോടെ ഫിലിപ്പ് മമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. പോലീസ് ID കാർഡ് കാണിച്ചാണ് ഫിലിപ്പ് ഹോട്ടലിൽ മുറിയെടുത്തിരിക്കുന്നത്. അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഫെബ്രുവരി 13-നാണ് മമ്പാട് കാരച്ചൽ സ്വദേശി പ്ലാമൂട്ടിൽ ഫിലിപ്പ് എന്ന ഫിലിപ്പ് മമ്പാടിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാനസിക വെല്ലുവിളി നേരിടുന്ന 16-കാരിയെ ഫിലിപ്പ് മമ്പാട് പീഡിപ്പിച്ചതാണ് പരാതി. സ്കൂളിൽ നടന്ന കൌൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന ചേവായൂർ പോലീസിൽ പരാതി നൽകി. സമൂഹത്തിൽ സ്വാധീനമുള്ള പ്രതി മനഃപൂർവ്വം ചെയ്ത ഗുരുതര കുറ്റകൃത്യമാണ് ഫിലിപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും ഇത്തരക്കാർക്ക് ജാമ്യം നൽകിയാൽ അത് നിയമവ്യവസ്ഥയെ സമൂഹം സംശയത്തോടെ കാണാനിടയാക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാനും വിദേശത്തേക്ക് കടക്കാനുമുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വയറ്റിൽ മുഴയുമായാണ് ഉഷ ചികിത്സയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ. വളരെ വലിയ മുഴയായതിനാലാണ് സർജറി നടത്തിയത്. അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അഡ്മിറ്റ് ആകാൻ കഴിയില്ലെന്ന് പറഞ്ഞത് അവർ തന്നെയാണ്. അതിന് തയ്യാറല്ലെന്നും പിന്നീട് വരാമെന്ന് പറഞ്ഞുവെന്നും പ്രിൻസിപ്പൽ B. പത്മകുമാർ അറിയിച്ചു. വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവത്തിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. അതേസമയം ഉഷയ്ക്ക് സർജറി നടത്തിയത് ഡോക്ടർ ലളിതാംബിക അല്ലെന്നും ഡോക്ടർ ഷാഹിദയാണെന്നും കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാറും പ്രിൻസിപ്പലും വ്യക്തമാക്കി. വിഷയം ഗൗരവമായി തന്നെ എടുക്കുകയാണ്. സർജറി നടന്നത് കോവിഡ് സമയത്താണ്. 10/5/2021 ആദ്യ ചികിത്സ നടത്തിയത്. പിന്നീട് 12/5/2021 സർജറി നടന്നു. 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. ഉഷ പിന്നീട് ആശുപത്രിയിൽ എത്തിയിട്ടില്ല. സംഭവം നിർഭാഗ്യകരമാണ്. 4-അംഗ സംഘം ഇക്കാര്യം അന്വേഷിക്കും. അടിയന്തരമായി റിപ്പോർട്ട് നൽകും. സർജറിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ ഷാഹിദയാണ്. അവരിപ്പോൾ സർവീസിലുണ്ട്. വിഷയം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ചെയ്തത്. അവരാണ് പിന്നീട് വരാമെന്ന് പറഞ്ഞതുമെന്നും ആശുപത്രി അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. 2026 T20 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായതിൽ ടീം കടുത്ത നിരാശയിലാണെന്ന് ഓസ്ട്രേലിയൻ മുഖ്യ പരിശീലകൻ ആൻഡ്രൂ മാക്ഡൊണാൾഡ് പറഞ്ഞു. അയർലൻഡ് ദേശീയ ക്രിക്കറ്റ് ടീമിനെതിരായ വിജയത്തോടെയാണ് ഓസ്ട്രേലിയ തങ്ങളുടെ ക്യാമ്പയിൻ ആരംഭിച്ചത്. എന്നാൽ സിംബാബ്വെ ദേശീയ ക്രിക്കറ്റ് ടീമിനോടും ശ്രീലങ്കൻ ദേശീയ ക്രിക്കറ്റ് ടീമിനോടുമുള്ള തോൽവി അവരെ പുറത്താക്കാനുള്ള സാധ്യതയിലാക്കി.
അയർലൻഡും സിംബാബ്വേയും തമ്മിലുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ അവരുടെ മുന്നേറ്റ പ്രതീക്ഷകൾ അവസാനിച്ചു. ഇത് ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് നേരത്തെ പുറത്തായതായി സ്ഥിരീകരിച്ചു. അപ്രതീക്ഷിത ഫലം ഗ്രൂപ്പ് മത്സരങ്ങളുടെ അവസാന റൗണ്ടിന് മുൻപ് മുൻ ചാമ്പ്യന്മാരായ ടീമിനെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കി. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടന്നുകൊണ്ടിരിക്കുന്ന 2026 T20 ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശ് പുറത്തായ സംഭവത്തിൽ നാടകീയ വെളിപ്പെടുത്തലുകൾ. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ഇന്ത്യയിലേക്ക് ടീമിനെ അയക്കില്ലെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനം പാകിസ്ഥാന്റെ കെണിയിൽ വീണതുകൊണ്ടാണെന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ മുൻ CEO സയ്യിദ് അഷ്റഫുൽ ഹഖ് ആരോപിച്ചു. പാക് ക്രിക്കറ്റ് ബോർഡ് മേധാവി മൊഹ്സിൻ നഖ്വി ബംഗ്ലാദേശ് ബോർഡ് പ്രസിഡന്റ് അമിനുൽ ഇസ്ലാമിനെ തെറ്റായ രീതിയിൽ സ്വാധീനിച്ചതാകാം ഇതിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. IPL-ൽ മുസ്തഫിസുർ റഹ്മാന് കളിക്കാൻ അനുമതി നൽകാത്തതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയിലേക്കുള്ള യാത്ര വിലക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് തികച്ചും അപക്വമായ തീരുമാനമാണെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാമായിരുന്ന വിഷയമാണിതെന്നും അഷ്റഫുൽ ഹഖ് ചൂണ്ടിക്കാട്ടി. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 122.25 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.